ഉത്സവം എന്ന് പറയുമ്പോൾ പൊതുവെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? വലിയ വലിയ രീതിയിൽ അലങ്കരിക്കുക, നമ്മുടെ വീടും. ഇപ്പം നാളെ വിഷു വരികയാണ് അല്ലേ? വീടെല്ലാം നമ്മൾ അലങ്കരിക്കും, വൃത്തിയാക്കി വലിയ വലിയ തോരണങ്ങളൊക്കെ ഇടും, പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കും, വലിയ ലൈറ്റിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നാണ്. ശ്രവണോത്സവം. ചെവിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം ഭഗവാനെക്കുറിച്ച് കേൾക്കുക. നാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദം ഭഗവാനെക്കുറിച്ച് പറയുക, ഭഗവാന്റെ നാമം ജപിക്കുക എന്നതാണ്. അതുകൊണ്ട് പുറമേ ഉള്ള അലങ്കാരത്തിന് അപ്പുറത്തായിട്ട് യഥാർത്ഥ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടാണ് ഭഗവാനെക്കുറിച്ച് പറയുകയും ഭഗവാനെക്കുറിച്ച് കേൾക്കുകയും. അതാണ് യഥാർത്ഥ ഉത്സവം. പൊതുവെ ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവ സമയത്ത് സപ്താഹങ്ങൾ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥ ഉത്സവം. അല്ലാതെ ദേവീ ദേവന്മാർക്ക് കുറെ വെടി പൊട്ടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ ഏറ്റവും വഴിയോരങ്ങളിലെല്ലാം ഇങ്ങനെ ലൈറ്റ് എല്ലാം കത്തിച്ച് വെക്കുമ്പോഴോ ജനങ്ങളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ വലിയ വലിയ രൂപങ്ങളൊക്കെ സൃഷ്ടിച്ചത് കൊണ്ടോ, ലൈറ്റ് കൊണ്ട് അല്ലേ, കുറെ എന്താ പറയുന്നത് കടകമ്പോളങ്ങൾ നിരത്തി ഇങ്ങനെ വെച്ചതുകൊണ്ടോ അതിലൊന്നും ദേവീ ദേവന്മാർക്ക് സന്തോഷം വരത്തില്ല. ദേവീ ദേവന്മാർക്ക് സന്തോഷം വരുന്നത് അവരുടെ പ്രിയതമനായ, അവരുടെ സ്വാമിയായ ഗുരുവായൂരപ്പനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് അവർക്ക് സന്തോഷം വരുന്നത്. അതാണ് യഥാർത്ഥ ഉത്സവം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ ക്ഷേത്ര അമ്പലങ്ങളിൽ അതൊന്നും നടക്കാറില്ല. അവർ ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു, പക്ഷേ ജനാർദ്ദനെ സന്തോഷിപ്പിക്കുന്നില്ല. ജനാർദ്ദനൻ സന്തോഷിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കും. പൊതുവെ ആൾക്കാർ തിരിച്ചാണ് പറയുന്നത്. മാനവ സേവ, മാധവ സേവ. അത് തിരിച്ചാണ്. മാധവന്റെ സേവനം ചെയ്യുമ്പോൾ ആർക്കും ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരത്തില്ല. മാധവന്റെ സേവ ചെയ്യാത്തതുകൊണ്ടാണ് എല്ലാവരും ദാരിദ്ര്യത്തിൽ പോകുന്നത്. അതുകൊണ്ട് ദാരിദ്ര്യം വരുന്നതിന്റെ കാരണം എന്താ? അവരാരും മാധവന്റെ സേവ ചെയ്യുന്നില്ല. അതുകൊണ്ട് മാധവന്റെ സേവ ചെയ്യുമ്പോൾ മാനവ സേവ ചെയ്യേണ്ട ആവശ്യമില്ല. മാധവ സേവയിൽ മാനവ സേവ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ സോഷ്യൽ വർക്ക്, സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. അതിലൂടെ നമ്മുടെ ആർത്തി, ആക്രാന്തം, കാമക്രോധ, മോഹ, മത മത്സരാദികളെല്ലാം തീരുകയും ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യും.